വിശദമായ വാർത്തകളിലേക്ക്. സന്ധ്യ കഴിഞ്ഞാൽ കണ്ണൂർ മയ്യിലുകാർക്കിപ്പോൾ ആഘോഷമാണ്. വലിപ്പ ചെറുപ്പമില്ലാതെ ഇവർ ഒത്തുകൂടും നാടകം പഠിക്കാൻ. പ്രൊഫഷണൽ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നാടകരീതി പരിചയപ്പെടുത്തുക കൂടിയാണ് ഇവർ ചെയ്യുന്നത്. മയ്യിൽ നാടകക്കൂട്ടത്തിന്റെ 4ാമത് നാടകം അറാക്കൽ ഇരുൾവഴിയിലെ കനൽ നക്ഷത്രം ഈ മാസം 15-ന് അരങ്ങിലെത്തും. നഷ്ടപ്പെട്ടു പോകുന്ന ഗ്രാമീണ നാടകവേദിയെ തിരിച്ചുപിടിക്കാനാണ് കലയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ചേർന്ന് മയ്യിൽ നാടകക്കൂട്ടത്തിന് രൂപം കൊടുത്തത്. വ്യത്യസ്തമാർന്ന നാടകാവതരണത്തിലൂടെ ഇതിനോടകം തന്നെ ഇവർ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മൊറാഴ സമരനായകൻ അറാക്കൽ കുഞ്ഞിരാമന്റെ ജീവചരിത്രമാണ് ഇത്തവണ നാടകത്തിനായി ഇവർ തിരഞ്ഞെടുത്തത്. സ്വന്തം നാട്ടുകാരൻ തന്നെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നതിന്റെ സന്തോഷവും ഇവർ പങ്കുവയ്ക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ പല പ്രവർത്തനങ്ങളും എന്താണ് തനിക്ക് മെച്ചം കിട്ടുമെന്ന് ആലോചിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു ബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലെങ്കിലും ഒരു രാഷ്ട്രീയ ബോധമുള്ളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യമാണ് ഞങ്ങൾ ഈ നാടകക്കൂട്ടത്തിലെ ആളുകളെ നയിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ബോധം. 1940 സെപ്റ്റംബർ 15 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകം രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ചെറുത്തുനിൽപ്പ് സമരം. മർദ്ദക പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി മൊറാഴയിൽ നടന്ന പൊതുയോഗത്തെ ബ്രിട്ടീഷ് പോലീസ് ആക്രമിച്ചു. സഖികെട്ട ജനങ്ങൾ പോലീസുകാർക്കെതിരെ തിരിഞ്ഞു. ആ ചെറുത്തുനിൽപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത് സഖാവ് അറാക്കൽ കുഞ്ഞിരാമനായിരുന്നു. ഞാൻ ഈ മയിൽ നാടകക്കൂട്ടത്തിൻ്റെ എല്ലാ നാടകങ്ങളുടെയും പിന്നിൽ ഉണ്ടാകുന്ന ഒരാളാണ്, അഭിനേതാവായിട്ട് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും മയിൽ നാടകക്കൂട്ടം ഒരു നാടകം 4ാമതൊരു നാടകം ചെയ്യുമ്പോൾ ആ നാടകത്തിൻ്റെ ഭാഗമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. മയ്യിൽ കയറളത്ത് ജനിച്ച് കേരളീയന്റെ സ്വാധീനത്താൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എത്തിപ്പെട്ട നേതാവ്. 2 കാലയളവിലായി 13 വർഷം ജയിൽവാസം, ലോക്കപ്പ് മർദ്ദനങ്ങൾ, സാഹസികമായ ഒളിവ് ജീവിതം. ഇതൊക്കെയാണ് അറാക്കലിനെ കുറിച്ചുള്ള നാടകത്തിന്റെ ഇതിവൃത്തം. നവനാടകവേദിയിലെ ശ്രദ്ധേയനായ സംവിധായകൻ സോബി സൂര്യഗ്രാമമാണ് ഈ നാടകം സംവിധാനം ചെയ്യുന്നത്. ഇതൊരു ഫിക്ഷനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു നാടകമാണ്. കാരണം അതൊരു ചരിത്ര സംഭവമായതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റി പറിക്കാൻ പറ്റില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്രത്തിനെ അപ്പുറം കടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്കിലും നമ്മളതിനെ ഈ ഡോക്യുമെൻറ്റേഷൻ ആ ഒരു ലാംഗ്വേജിൽ നിന്ന് തിയേറ്റർ ലാംഗ്വേജിലേക്ക് ഇതിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. മയ്യിൽ, മലപ്പട്ടം, കൊളച്ചേരി, കുറ്റ്യാട്ടൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള 32ഓളം പേർ നാടകത്തിൽ വേഷമിടുന്നു. 30-ലധികം പേർ അണിയറ പ്രവർത്തകരായി വേറെയും. നാട്ടിൻപുറങ്ങളിലെ വൈകുന്നേരങ്ങളെ സജീവമാക്കിയ വോളിബോളിന്റെ ചടുലതാളങ്ങൾ നാടകത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും സംവിധായകൻ ശ്രമം നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഡയറ്റിലെ അധ്യാപകനും നാടകകൃത്തുമായ ഡോക്ടർ KS വാസുദേവനാണ് നാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണൻ പട്ടാനൂർ ഗാനരചനയും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ സംഗീതവും നിർവഹിച്ച ഗാനങ്ങൾ രഞ്ജിത്ത് ശ്രീധർ, അനന്യ മനോജ് എന്നിവരാണ് ആലപിച്ചിരിക്കുന്നത്. ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനായ CK അനൂപ് ലാലാണ് നാടകത്തിനാവശ്യമായ ചരിത്രരേഖകൾ ശേഖരിച്ചത്. ഈ മാസം 15-ന് മയ്യിൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകം ആദ്യമായി പ്രദർശിപ്പിക്കുക. ന്യൂസ് 18 കണ്ണൂർ. MLA ഓഫീസ് എന്നൊക്കെ കേട്ട് പരിചയമുണ്ടെങ്കിലും പഞ്ചായത്ത് മെമ്പറുടെ ഓഫീസ് എന്ന് അധികമാരും കേട്ടിരിക്കാൻ സാധ്യതയില്ല. എങ്കിൽ അത്തരത്തിലൊരു ഓഫീസ് ഒരുക്കിയിരിക്കുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവിലെ മൈമൂനത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പർക്കായി ഓഫീസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ അതിശയം തോന്നിയേക്കാം. എങ്കിൽ ചപ്പാരപ്പടവിലെ പറക്കോടെത്തിയാൽ മെമ്പറുടെ ഒരു അടിപൊളി ഓഫീസ് കാണാം. പറക്കോട് അംഗൻവാടി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് മെമ്പർ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഓഫീസ് തുറന്നിരിക്കുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മൈമൂനത്ത് ജനകീയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുന്ന ജനപ്രതിനിധി കൂടിയാണ്. ജനസേവനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ നിർവഹിച്ചു. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി ഇറങ്ങാൻ മടി കാരണം ആളുകൾ ഈ ആനുകൂല്യം കൃത്യമായി കൈപ്പറ്റാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം ഒരു വാർഡ് മെമ്പറെ എവിടെ പോയി ചെന്ന് കാണണം എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു കൃത്യമായ സമയത്ത് വാർഡ് മെമ്പർ ഇന്ന് ഈ സ്ഥാപനത്തിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വന്ന് നേരിട്ട് കാണുവാനും അവരുടെ പരിവേദനങ്ങളും പരാതികളും ബോധിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇത്തരം കേന്ദ്രങ്ങൾ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ ഓഫീസിലെത്തിയാൽ ഓൺലൈനായി ചെയ്തു നൽകും. ഇതുകൂടാതെ വാർഡിൽ വരുത്തേണ്ട വികസന പ്രവർത്തനങ്ങളും പൊതുജനത്തിന് മെമ്പറുമായി ചർച്ച ചെയ്യാം. ന്യൂസ് 18 ചപ്പാരപ്പടവ്. 21ാം വയസ്സിൽ ബസിന്റെ വളയം കൈകളിൽ ഭദ്രമാക്കി കാസർഗോഡ് കരിച്ചേരി തൊട്ടിയിലെ ആതിര. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് സ്വന്തമാക്കിയ ആതിരയ്ക്ക് ഭാവിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകണം എന്നതാണ് ആഗ്രഹം.
കാറും ബൈക്കും ലോറിയുമെല്ലാം ഓടിക്കുന്ന വനിതകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ ബസിന്റെ വളയം കൈകളിൽ ഭദ്രമാക്കിയിരിക്കുകയാണ് കരിച്ചേരിത്തൊട്ടിയിലെ KR ആതിര. ചെറുപ്പത്തിലെ വാഹനങ്ങൾ ഓടിക്കാനുള്ള താല്പര്യമാണ് ആതിരയെ ഇതിലേക്ക് നയിച്ചത്. ഡിസംബർ 18-നാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടിയത്. പിന്നാലെ ബാഡ്ജും ലഭിച്ചു. കാസർഗോഡ് ബന്തെടുക്ക റൂട്ടിൽ 43 കൊല്ലമായി സർവീസ് നടത്തുന്ന ശുക്രിയ ബസിന്റെ അവസാന ട്രിപ്പായ ശങ്കരമ്പാടിയിലേക്കുള്ള യാത്രയിൽ 2 ആഴ്ചയായി സാരഥി ആതിരയാണ്. കുടുംബത്തിന്റെ പിന്തുണയാണ് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴിയൊരുക്കിയതെന്ന് ആതിര പറയുന്നു. അച്ഛൻ മുന്നേ ഒരു ഡ്രൈവറായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഇത് കണ്ടു വളർന്നുകൊണ്ട് എനിക്ക് ഇതിനോട് ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ 21 വയസ്സിൽ ഹെവി എടുത്തു. അങ്ങനെ ബസ്സിൽ കയറി. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിവരുന്ന കുഞ്ഞിരാമന്റെയും രതിയുടെയും മകളാണ് ആതിര. BCom പൂർത്തിയാക്കിയ ആതിരയ്ക്ക് ഭാവിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകണമെന്നതാണ് ആഗ്രഹം. ന്യൂസ് 18 കാസർഗോഡ്. ഒരു മൂട് കപ്പ വിളവെടുത്തപ്പോൾ ലഭിച്ചത് 95 കിലോയിലധികം കിഴങ്ങ്. പട്ടാമ്പി ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി ഖുറൈഷിയുടെ കൃഷിയിലാണ് ഭീമൻ കപ്പ വിളഞ്ഞത്. ഓങ്ങല്ലൂർ കൊണ്ടൂർക്കരയിലാണ് നാട്ടുകാർക്കൊന്നാകെ കൗതുകവും അത്ഭുതവുമായ 95 കിലോ തൂക്കമുള്ള ഭീമൻ കപ്പ വിളവെടുത്തത്. കൊണ്ടൂർക്കരയിലെ യുവ കർഷകനായ KP ഖുറൈഷി നടത്തിയ കൃഷിയിലാണ് ഒറ്റത്തണ്ടിൽ 95 കിലോ കപ്പ വിളഞ്ഞത്. ഭീമൻ കപ്പ വിളവെടുത്തത് അറിഞ്ഞ് നാട്ടുകാർക്കും കൗതുകം. എല്ലാവർക്കും കുറച്ച് നൽകുകയും ചെയ്തു. എന്നിട്ടും 90 കിലോയിൽ അധികം ബാക്കിയായി. കൊണ്ടൂർക്കര KP സെൻസ് ഓഡിറ്റോറിയത്തിലെ വളപ്പിലാണ് കപ്പ കൃഷി നടത്തിയത്. ബാക്കിയുള്ള കപ്പയുടെ തണ്ട് ഉയരം കൂടി വൈദ്യുതി കമ്പിയിൽ മുട്ടുമെന്നായപ്പോൾ വിളവെടുത്തു. മുറിക്കാതെ സൂക്ഷിച്ച തണ്ടിലാണ് ഇപ്പോൾ ഭീമൻ കപ്പ ഉണ്ടായത്. കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചിട്ട് ഒഴിവാക്കി. കാരണം 4 പുറം കറണ്ട് കമ്പി പോവുക കാരണം ഒഴിവാക്കിയതാണ്. അതിൽ ഒരെണ്ണം അവിടെ നിർത്തിയതാണ്. അതിൽ നിന്ന് കിട്ടിയ ഒരു കായഫലാണ് ഏകദേശം ഒരു 95 കിലോ ഉണ്ട്. ഞങ്ങൾ സ്നേഹിതന്മാരെല്ലാം കുറച്ചായി കഴിച്ചു. 2 വർഷം പ്രായമായ തണ്ടിലാണ് കപ്പ വിളഞ്ഞത്. തുടർന്നും കപ്പ കൃഷിയുമായി മുന്നോട്ടു പോകാനാണ് ഖുറൈഷിയുടെയും കൂട്ടുകാരുടെയും തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. ജനകീയ ബഡ്ജറ്റിനായി ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടി പട്ടാമ്പി നഗരസഭ. പട്ടാമ്പി നഗരസഭയുടെ 2022-23 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടിയുള്ള യോഗം സംഘടിപ്പിച്ചത്. ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിന് ജനങ്ങളിൽ നിന്നും അഭിപ്രായം ശേഖരിച്ചാണ് പട്ടാമ്പി നഗരസഭ ബജറ്റ് തയ്യാറാക്കുന്നത്. ഇതിനായി വിപുലമായ യോഗം സംഘടിപ്പിച്ചു. നഗരവികസനത്തിന് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കലാണ് ലക്ഷ്യം. നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ TP ഷാജി നഗരസഭയുടെ പദ്ധതികളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. പുതിയ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഒരു വലിയ നഗരങ്ങളിൽ സമാനമായ രീതിയിൽ നല്ല പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സംവിധാനങ്ങളുള്ള പ്രദേശങ്ങളിലൊക്കെ സന്ദർശിച്ച് അത് മാതൃക പിൻപറ്റി ഒരു മാലിന്യമുക്ത നഗരമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടപ്പിലാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ടൗൺ ഹാൾ, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, മുനിസിപ്പൽ സ്റ്റേഡിയം, വിവിധ കോച്ചിംഗ് സെന്ററുകൾ, കായിക പരിശീലന പരിപാടികൾ, ഓപ്പൺ ജിം, സ്ത്രീ സൗഹൃദ കേന്ദ്രങ്ങൾ, സ്ത്രീകൾക്കും യുവാക്കൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതി, ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടികൾ തുടങ്ങിയ നിരവധി പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. ന്യൂസ് 18 പട്ടാമ്പി. ജലസേചന വകുപ്പ് യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തത് കുറ്റ്യാടി ജലസേചന പദ്ധതിക്ക് ഭീഷണിയാകുന്നു. മരുതോങ്കരയിൽ കഴിഞ്ഞ ദിവസം കനാൽ തകർന്നത് ഇത്തരം അനാസ്ഥയുടെ ഫലമെന്നാണ് ആരോപണം. വർഷങ്ങളായി വേനൽക്കാലത്ത് കനാലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരങ്ങൾക്ക് ജലസേചന വകുപ്പിന്റെ അനാസ്ഥ വിനയാകും. വടകര, കൊയിലാണ്ടി താലൂക്കുകളിൽ വേനൽക്കാലത്ത് ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന കുറ്റ്യാടി ജലസേചന പദ്ധതിയാണ്. പെരുവണ്ണാമുഴി അണക്കെട്ടിൽ നിന്ന് ഇടതുകര, വലതുകര കനാലുകളിലൂടെയാണ് വെള്ളം തുറന്നുവിടുന്നത്. കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും ഈ ജലം പ്രയോജനപ്പെടുന്നു. ഇതിൽ വലതുകര കനാലിലാണ് തകർച്ചയുണ്ടായത്. മരുതോങ്കരയിലുണ്ടായ കനാൽ തകർച്ച താൽക്കാലികമായി പരിഹരിക്കാൻ 1 മാസമെങ്കിലും എടുക്കും. ഇത് വടകര താലൂക്കിലെ ജലസേചനം തടസ്സപ്പെടാൻ ഇടയാക്കും. പലയിടങ്ങളിലെയും കൃഷിയെ ബാധിക്കും. ഇത്തവണ വരൾച്ച രൂക്ഷമായാൽ വലിയ കുടിവെള്ളക്ഷാമവും ഉണ്ടാകും. യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് കനാൽ തകർച്ചയ്ക്ക് ഇടയാക്കിയത് എന്നതാണ് വാദം. അതിന്റെ മെയിൻ്റെനൻസ് എന്നുള്ള രൂപത്തിൽ പൂർണ്ണമായിട്ട് നടത്തിയിട്ടില്ല. എന്നാൽ ഭാഗികമായി
ചില സ്ഥലങ്ങളിലെല്ലാം നടത്തിയത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജലസേന വകുപ്പ് കനാൽ തുറക്കുന്ന ഘട്ടത്തിൽ അതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കനാൽ തുറക്കാൻ വേണ്ടി പാടുള്ളൂ. കനാലുകളിൽ പലയിടത്തും കാടുമൂടിയും മണ്ണ് നിറഞ്ഞും ഇരിക്കുകയാണ്. കനാൽ തകർന്ന ഭാഗങ്ങളിലുൾപ്പെടെ കോൺക്രീറ്റിലും മറ്റും ദ്വാരങ്ങൾ വീണിരുന്നു. മറ്റ് പലയിടത്തും കോൺക്രീറ്റ് ദ്രവിച്ച നിലയിലാണ്. അറ്റകുറ്റപ്പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുമെന്നാണ് സ്ഥലം സന്ദർശിച്ച ശേഷം ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയത്. ന്യൂസ് 18 കുറ്റ്യാടി. നെടുമങ്ങാട് വാളിക്കോട് വട്ടപ്പാറ റോഡിലെ കുഞ്ചം പ്രദേശത്തെ മാലിന്യ നിക്ഷേപം പ്രദേശവാസികളെയും യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. മാംസ അവശിഷ്ടങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ അഴുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ്. പ്രദേശത്ത് പകർച്ചവ്യാധി പടരുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. മാംസാവശിഷ്ടം, ഹോട്ടലിൽ നിന്നുള്ള മാലിന്യം, ബാർബർ ഷോപ്പിലെ മാലിന്യം തുടങ്ങിയവയാണ് റോഡിന്റെ ഇരുവശത്തും തള്ളിയത്. ഇവ പുഴുവരിച്ച നിലയിലാണ്. പഴകുറ്റിപ്പാലം പൊളിച്ചതോടെ കൊട്ടാരക്കര ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡിലാണ് മാലിന്യ നിക്ഷേപം. യാത്രക്കാർക്ക് മൂക്കുപൊത്തി യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ്. മാലിന്യം ഭക്ഷിക്കാൻ നായകൾ കൂട്ടമായി എത്തുന്നതിനാൽ ഇതുവഴി സ്കൂളിൽ പോകുന്ന കുട്ടികളും ഇരുചക്ര യാത്രക്കാരും അപകട ഭീഷണിയിലാണ്. കഴിഞ്ഞ 5 വർഷമായി സ്ഥിരമായി റോഡിന്റെ ഇരുവശത്തും മാലിന്യം തള്ളുന്നുണ്ട്. പക്ഷേ ബന്ധപ്പെട്ടവർ ഇതിന് പരിഹാരം കാണുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ആളുകൾ കൊണ്ടിടുന്ന വേസ്റ്റല്ല, കടകളിലെ വേസ്റ്റ് ഉണ്ട്. ചിക്കൻ്റെ വേസ്റ്റ് കൊണ്ടിടും, ഫിഷിൻ്റെ അത് കൊണ്ടുവന്ന് എല്ലാവരും ഇവിടെ ഇടാറുണ്ട്. പിന്നെ ബാർബർ ഷോപ്പിൻ്റെതുണ്ട്. സകല വേസ്റ്റ് ഈ ഏരിയയിലാണ്. 1 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട് പോണത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷം കൊണ്ടേ കൊണ്ടിടുകയാണ്. പിന്നെ പട്ടികൾ കൊണ്ടുവന്ന് ചത്തതിനെ കൊണ്ടിടും. പൂച്ച ശല്യം, പട്ടി ശല്യം കൊണ്ട് വയ്യ. രാത്രി കിടന്നുറങ്ങാൻ പോലും ഒക്കില്ല. ഭയങ്കര ബഹളവും. പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ ഒക്കുള്ളൂ. അപ്പോൾ ഈ അടുത്തുള്ള കുട്ടികൾക്കെല്ലാം ഇതുവഴി നടന്നു പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ പോകുന്നവർക്കും നടന്നു പോകുന്നവർക്കും ഒരു കാരണവശാലും ഇത് മൂക്ക് പൊത്താതെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതൊരു മാരക രോഗങ്ങൾ വരാനുള്ള ഒരുപാട് സാധ്യതയുള്ള കാര്യമാണ്. ഇത് പല പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. പുഴുവരിച്ചു കിടക്കുന്ന മാലിന്യത്തിൽ നിന്നും ദുർഗന്ധം കാരണം ആഹാരം കഴിക്കാനോ താമസിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് സമീപവാസികൾ. വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. മാലിന്യത്തിൽ നിന്ന് ലഭിച്ച അഡ്രസ്സിലെ ഉടമസ്ഥനെ ഫോൺ മുഖേന ബന്ധപ്പെടുകയും ഫൈൻ ഈടാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ മാലിന്യം നീക്കം ചെയ്യുമെന്നും മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 നെടുമങ്ങാട്. ഉത്തര കേരളത്തിലെ കാവുകളും ദേവസ്ഥാനങ്ങളും പൂരോത്സവത്തിന്റെ ലഹരിയിലാണ്. ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ് 9 ദിവസങ്ങളിലായി നടക്കുന്ന പൂരോത്സവം. 9, 7, 5 എന്നിങ്ങനെ വ്യത്യസ്ത ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് വടക്കിന്റെ മണ്ണിലെ പൂരാഘോഷം. മഹാക്ഷേത്രങ്ങളിൽ മിക്കതും 9 നാൾ നീണ്ടു നിൽക്കുന്ന പൂരോത്സവമാണെങ്കിൽ പ്രധാന കഴകങ്ങളിലും കാവുകളിലും 7 ദിവസവും ചെറിയ ക്ഷേത്രങ്ങളിൽ 5 ദിവസവുമാണ് പൂരോത്സവം. നിശ്ചയിച്ച പ്രകാരമാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. പന്തലിൽ പൊന്നുവയ്ക്കൽ, പന്തൽ കളിമാറൽ എന്നിവയ്ക്ക് ശേഷം കഴകം കയറൽ ചടങ്ങ് നടക്കും. പെരിക്കോട് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കഴകം കയറൽ ചടങ്ങ് കാണാൻ 100 കണക്കിന് ഭക്തരെത്തി. കൊണ്ടത്തിൽ തറവാട്ടിലെ പുറത്തെ പന്തലിൽ പൂരക്കളി പരിശീലനം പൂർത്തിയാക്കി. കാവിനകത്തെ പന്തലിൽ പ്രവേശിക്കുന്നതാണ് കരക്കക്കാവിലെ കഴകം കയറൽ ചടങ്ങ്. പന്തല കളി മാറൽ, അകത്തെ കളി, മറത്തുകളി എന്നിങ്ങനെ നീളുന്നതാണ് പൂരവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ചടങ്ങുകൾ. പൂരം കുളിയോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമാകുന്നത്. ന്യൂസ് 18 പെരിക്കോട്. പട്ടാമ്പിയുടെ ദേശോത്സവമായ പട്ടാമ്പി നേർച്ച നടത്താൻ തീരുമാനമായി. 108ാമത്തെ നേർച്ച ആഘോഷമാണ് നടക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ കഴിഞ്ഞ 2 വർഷം ചടങ്ങുകളായി മാത്രമാണ് നേർച്ച നടന്നത്. ഇളവുകൾ വന്നതിനാൽ ഇത്തവണ വലിയ ആഘോഷമായാണ് നേർച്ച നടക്കുക. പട്ടാമ്പിയുടെ ദേശോത്സവമായ 108ാമത് പട്ടാമ്പി നേർച്ചയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. കോവിഡ് പശ്ചാത്തലത്തിൽ 2 വർഷത്തിന് ശേഷം ഈ മാസം 20-നാണ് സമ്പൂർണമായ പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 10 ആനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നേർച്ച നടത്തിയിരുന്നു. ഇത്തവണ വിപുലമായ പരിപാടികളോടെയാണ് നേർച്ച നടത്തുന്നത്. കോവിഡ് മഹാമാരിയുടെ മാനദണ്ഡങ്ങൾ നിലനിന്നിരുന്ന സമയത്ത് നേർച്ചയുടെ നിറം കുറച്ച് മങ്ങിയിരുന്നെങ്കിലും കൂടുതൽ വിപുലമായ രീതിയിലാണ് ഇപ്രാവശ്യം നേർച്ച ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, സജ്ജീകരണങ്ങളും, ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയാണെന്നുണ്ടെങ്കിലും പട്ടാമ്പി നഗരസഭയാണെങ്കിലും അതുപോലെ പോലീസ്, ഫയർഫോഴ്സ് അടക്കമുള്ള ജില്ലാ ഭരണകൂടം അടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും വളരെ നല്ല രീതിയിൽ വിപുലമായിട്ട് തന്നെ പട്ടാമ്പി നേർച്ച നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്.
നേർച്ചയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നേർച്ചയുടെ അടുത്ത ദിവസങ്ങളിൽ നഗരത്തിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും. സുരക്ഷ കണക്കിലെടുത്ത് നഗരത്തിലെ CCTV ക്യാമറകൾ വഴി നിരീക്ഷണം ശക്തമാക്കും. ഹെൽത്ത് വിഭാഗവും റവന്യൂ വിഭാഗവും പോലീസിന്റെ വിഭാഗവും KSEB വിഭാഗം എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും തീരുമാനങ്ങൾ എടുത്തുള്ളത് നമ്മൾ ഹെൽത്ത് വിഭാഗത്തിൽ നിന്ന് നേർച്ചയുടെ തലേ ദിവസം റോഡ് നനയ്ക്കുന്നതിനും ക്ലോറിനേഷൻ നടത്തുന്നതിനും അത് കഴിഞ്ഞ് നേർച്ചയുടെ പിറ്റേ ദിവസം അതേപോലെ തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിനും ഒക്കെ തീരുമാനം എടുക്കുകയുണ്ടായി. കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റികൾക്ക് പുറമെ 44 ഉപ ആഘോഷ കമ്മിറ്റികളുടെ നേർച്ച വരവുമുണ്ടാകും. 88 ആനകളെ പങ്കെടുപ്പിക്കാനാണ് അനുമതി ലഭിച്ചത്. സമീപ ജില്ലകളിൽ നിന്നടക്കം ആളുകൾ എത്തുന്നതിനാൽ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിനെ മികച്ച മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരത്തിന് അർഹമാക്കിയ ഹരിതസേന പ്രവർത്തകരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഹരിതസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദിവസേന മാലിന്യം ശേഖരിച്ചാണ് പ്ലാന്റിലെത്തിച്ച് സംസ്കരിക്കുന്നത്. നെടുങ്കണ്ടം ടൗണിൽ നിന്നും സമീപ മേഖലകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ബേഡ്മെട്ടിലെ പ്ലാന്റിലെത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഹരിതകർമ്മസേന അംഗങ്ങൾ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തി മാലിന്യം തരംതിരിച്ച് ശേഖരിക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ സംസ്കരിക്കുകയും ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ജൈവവളങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഹരിതകർമ്മസേന അംഗങ്ങളും ശുചീകരണ തൊഴിലാളികളും പ്ലാന്റിലെ ജീവനക്കാരുമടക്കം 52 പേരാണ് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നെടുങ്കണ്ടത്തിന് ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചിരുന്നു. ശുചീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന് പുരസ്കാരം നേടാൻ ഇടയാക്കിയത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ ആദരിച്ചു. ന്യൂസ് 18 നെടുങ്കണ്ടം. കാൽനട യാത്ര പോലും ദുഷ്കരമായ പാതയിലൂടെയാണ് ഇടുക്കി നെടുങ്കണ്ടം രത്തിനക്കുഴി നിവാസികളുടെ യാത്ര. ഗ്രാമീണ പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ളതാണ് നെടുങ്കണ്ടം പുഷ്പകണ്ഠത്ത് നിന്നും രത്തിനക്കുഴിയിലേക്കുള്ള ഗ്രാമീണ പാത. മേഖലയിലെ നിരവധി കുടുംബങ്ങളുടെ ഏക ആശ്രയമായിട്ടും പാത ഗതാഗത യോഗ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പാതയിലൂടെ മഴക്കാലത്തുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാകും. ഇരട്ടി തുക നൽകിയാൽ പോലും പലപ്പോഴും വാഹനങ്ങൾ കിട്ടാറില്ല. അത്യാവശ്യ ഘട്ടത്തിൽ പോലും വാഹനങ്ങൾ ഇവിടേക്ക് ഓട്ടം വരാൻ മടിക്കുകയാണ്. അനേകം കുട്ടികൾ ഇതിലൂടെ സ്കൂളിൽ പോകാൻ വേണ്ടി താഴെ ബസ് കയറാൻ വേണ്ടി പോകുന്നുണ്ട്. അവർക്ക് ഇറങ്ങി പോകാൻ പോലും നല്ലൊരു പാതയില്ല. അവർ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നുണ്ട്. നെടുങ്കണ്ടം മുണ്ടിയേരുമ്മ മേഖലയിലെ കുട്ടികളാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. ദുഷ്കരമായ പാതയിലൂടെ കിലോമീറ്ററുകൾ നടന്നു വേണം ഇവർക്ക് സഞ്ചാരയോഗ്യമായ റോഡിലെത്താൻ. 500 രൂപയ്ക്ക് ഇതുവഴി വരേണ്ട ഒരു വണ്ടി ഇന്ന് ഞങ്ങൾ 1000 രൂപ കൊടുത്താണ് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത്. അത് കാരണം വളരെ ബുദ്ധിമുട്ടിലാണ്. അത് കാരണം ഈ ബന്ധപ്പെട്ടവർ ഞങ്ങളെ ഇത് കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് റോഡിൽ വാഴനട്ട് നാട്ടുകാർ സമരം നടത്തിയത്. റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 നെടുങ്കണ്ടം. വിദ്യാലയമുറ്റത്ത് അസംബ്ലി പന്തലൊരുക്കി അധ്യാപകർ. കാസർഗോഡ് ചീമേനി പൊതാവൂർ AUP സ്കൂൾ അധ്യാപകരുടെ കൂട്ടായ്മയാണ് വിദ്യാർത്ഥികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി അസംബ്ലി പന്തൽ നിർമ്മിച്ചു നൽകിയത്. സ്കൂളിലെ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനായി അധ്യാപകർ തന്നെ മുന്നോട്ട് വന്നതോടെ മനോഹരമായ അസംബ്ലി പന്തലാണ് ചീമേനി പൊതാവൂർ AUP സ്കൂളിന് മുന്നിൽ തയ്യാറായത്. ശിശു സൗഹൃദ അന്തരീക്ഷം ഒരുക്കാനുള്ള പ്രവർത്തനത്തിൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പങ്കാളികളായി. 6 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. വിദ്യാലയത്തിന്റെ മുൻഭാഗത്തുള്ള ഈ സ്ഥലം ഒരു അസംബ്ലി ഹാൾ ആയി രൂപാന്തരപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു 6 ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് ഇവിടുത്തെ അധ്യാപകരും ജീവനക്കാരുമാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. വെയിലും മഴയുമേൽക്കാതെ കുട്ടികൾക്ക് അസംബ്ലിയിൽ പങ്കെടുക്കാനും ബാലസഭയുൾപ്പെടെയുള്ള സർഗപരമായ പ്രവർത്തനങ്ങൾക്ക് ഒത്തുകൂടാനും ഇടമൊരുക്കണമെന്നത് അധ്യാപകരുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. ഹെഡ്മാസ്റ്റർ KM അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി VV മനോജ് കുമാർ, SRG കൺവീനർ C ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 ചീമേനി. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയും ഇനി വികസനത്തിന്റെ പാതയിൽ. ഇടമലക്കുടി സമഗ്ര വികസന പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ 15 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി അടക്കം ചില കുടികളിൽ എത്തിച്ചെങ്കിലും റോഡും മറ്റ് അടിസ്ഥാന വികസനങ്ങളും ഇപ്പോഴും അന്യമാണ്.
സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നിലവിൽ വന്നിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇന്നും ഈ മേഖലയിൽ വികസനം എത്തി നോക്കിയിട്ടില്ല. പാർപ്പിടം, കുടിവെള്ളം, റോഡ് തുടങ്ങിയ അടിസ്ഥാന വികസനങ്ങൾ ഇടമലക്കുടിക്കാർക്ക് അന്യമാണ്. ഗതാഗതയോഗ്യമായ റോഡില്ലാത്തതിനാൽ മഴക്കാലമാകുന്നതോടെ ഇടമലക്കുടിക്കാർ എന്നും ഒറ്റപ്പെടാറാണ് പതിവ്. ആശുപത്രിയുടെയും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് രൂപീകൃതമായി ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പഞ്ചായത്ത്, വില്ലേജ് തുടങ്ങിയ ഓഫീസുകളും ഇവിടേക്ക് പ്രവർത്തനം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ദേവികുളത്താണ്. ഇത്തരം പ്രതിസന്ധികളെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് സംസ്ഥാന സർക്കാർ ഇടമലക്കുടിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ബജറ്റിൽ തുക നീക്കിവച്ചിരിക്കുന്നത്. 15 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതോടെ റോഡടക്കമുള്ള അടിസ്ഥാന വികസനങ്ങൾ ഇവിടേക്കെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇടമലക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ. ന്യൂസ് 18 ഇടുക്കി. കാഴ്ചയുടെ വിരുന്നൊരുക്കി മൂവാറ്റുപുഴ നഗരത്തിൽ ഗുഡ്സ് ഓട്ടോ തൊഴിലാളികളുടെ ഉദ്യാനം. ജോലിക്കിടെ ലഭിക്കുന്ന ഇടവേളകളിലാണ് ഓട്ടോ തൊഴിലാളികൾ പൂന്തോട്ടം നട്ടും നനച്ചും പരിപാലിക്കുന്നത്. ആരക്കുഴ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിന് സമീപം ജനറൽ ആശുപത്രിയിലേക്ക് തിരിയുന്ന ഭാഗത്തെത്തിയാൽ ആർക്കും ലഭിക്കുന്നത് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചയാണ്. പാർക്കുകളിൽ എന്ന പോലെ വിവിധ വർണ്ണങ്ങളിലുള്ള നിരവധി ചെടികളാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഉദ്യാനത്തിലുള്ളത്. കേവലം ചെടി നടുക മാത്രമല്ല, നട്ട ചെടികൾ നനയ്ക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഇവർ സമയം കണ്ടെത്തുന്നു. ഓരോ ദിവസവും ഓരോ തൊഴിലാളികൾക്കാണ് പൂന്തോട്ടം നനയ്ക്കാനുള്ള ഉത്തരവാദിത്തം. സമീപത്തായി കിണറോ ജലസ്രോതസ്സോ ഇല്ലാത്തതിനാൽ ദൂരെ നിന്ന് ഓട്ടോറിക്ഷയിലാണ് നനയ്ക്കാൻ വെള്ളം എത്തിക്കുന്നത്. ഗുഡ്സ് ഓട്ടോ തൊഴിലാളികൾ ഓട്ടം പോകുമ്പോൾ സമീപ സ്റ്റാൻഡിലെ ഡ്രൈവർമാരും പൂന്തോട്ടം നനയ്ക്കാനായി എത്താറുണ്ട്. കള പറിക്കുന്നതിനും ചെടികൾ വെട്ടിമെനുക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നു. പൊതുവിൽ തണലില്ലാത്ത ഇവിടെ തൊഴിലാളികൾക്ക് വിശ്രമിക്കുന്നതിന് ചെറിയൊരു കൂടാരം നിർമ്മിക്കുന്നതിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യം സാധാരണ ഷെഡിലായിരുന്നു. ഇതിനിടയിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ സൗന്ദര്യവൽക്കരണം ആരംഭിച്ചത്. ഇതോടെ തങ്ങളുടെ വിശ്രമ കേന്ദ്രവും മനോഹരമാക്കാൻ ഇവർ തീരുമാനിച്ചു. പഴയ ഷെഡ് പൊളിച്ചു നീക്കി മുളയും മറ്റും ഉപയോഗിച്ച് ആകർഷകമായ കൂടാരം നിർമ്മിച്ചു. കൂടാരത്തിന് ചുറ്റും ചട്ടിയിലാക്കി ചെടികൾ തൂക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം മനോഹരമായൊരു പൂന്തോട്ടവും ഒരുക്കി. ഞങ്ങളിതൊരു തമാശന് വേണ്ടി ആദ്യം തുടങ്ങിയത്. കുഞ്ഞുകുഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ മാറാടിക്കാരനാണ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിലങ്ങ് സഹകരിച്ചു. അപ്പോൾ ഓരോരുത്തരും യൂണിയൻകാരും ചില ഓട്ടോറിക്ഷക്കാരും എല്ലാവരും ഇത് സഹകരിച്ചിട്ടുണ്ട്. അതിലെ തൈകൾ കൊണ്ടുവന്നതൊക്കെ അവരാണ്. വെള്ളം ഞങ്ങൾ 5 കിലോമീറ്റർ അകലേന്നൊക്കെയാണ് കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വീട് 5 കിലോമീറ്റർ അകലെയുണ്ട്. അതേവരെ എല്ലാവരും. കടുത്ത വേനലിലും ചെടികൾ കരിയാതിരിക്കാൻ ഇവർ രാവിലെയും വൈകുന്നേരങ്ങളിലും നനച്ചു വരുന്നു. പൂന്തോട്ടം രൂപപ്പെടുത്തിയതോടെ പ്രദേശത്തെ മാലിന്യ നിക്ഷേപവും ഇല്ലാതായി. ന്യൂസ് 18 മൂവാറ്റുപുഴ. സംസ്ഥാനത്ത് താപനില വർദ്ധിക്കുന്നു. 6 ജില്ലകളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ പകൽച്ചൂട് കൂടും. ഉയർന്ന താപനിലയിൽ സാധാരണയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മിക്കവാറും സ്ഥലങ്ങളിൽ 36 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് തൃശൂർ വെള്ളാനിക്കരയിലും പുനലൂരിലുമാണ്. 38.6 ഡിഗ്രി സെൽഷ്യസാണ് രണ്ടിടത്തും രേഖപ്പെടുത്തിയത്. ദുരന്ത നിവാരണ അതോറിറ്റി ഉഷ്ണതരംഗ സൂര്യാഘാത മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയമെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ഇതനുസരിച്ച് ജോലിസ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ക്രമീകരണങ്ങൾ നടത്തണം. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.